നമ്മൾ ഈ ഭിന്നശേഷി സൗഹൃദം എന്ന വാക്കുകളിൽ തള്ളിയിട്ട് കാര്യമില്ല. അതിന് വേണ്ട സൗകര്യം നമുക്ക് എല്ലാവരുടെയും ഒരു ഇപ്പോൾ അതേ ഭിന്നശേഷി പെൻഷൻ 2000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സർക്കാർ കുട്ടിയോഷിക്കാണ്. ഞങ്ങൾ 2000 രൂപയ്ക്ക് തീർച്ചയായിട്ടും നല്ല കാര്യം ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എത്ര രൂപ ഒരു മാസം കിട്ടുന്നത്? 2000 രൂപ കിട്ടും. 2000 രൂപ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിയോതെറാപ്പി ഒരു ദിവസം വീട്ടിൽ വന്ന് ചെയ്യണം. എനിക്ക് സെൻറ്ററിൽ പോയി ചെയ്യാനായിട്ട് പറ്റില്ല. വീട്ടിൽ വന്ന് ചെയ്യണതിന് 800 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. 800 രൂപ. അവരിപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് 500 ആക്കി ചെയ്യുന്നത്. 500 വെച്ച് കൂട്ടിയാലും ആഴ്ചയിൽ 4 ദിവസം ചെയ്യുമ്പോൾ 4 ദിവസം ചെയ്യാനുള്ള പൈസയായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈ MLA-മാർക്കും മന്ത്രിമാർക്കൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തുമാത്രമാണ്. അതിനകത്തൊക്കെ ഒരു വെട്ടിച്ചുരുക്കൽ ആവശ്യമില്ലേ? ഞാനിങ്ങോട്ട് ഇന്നലെ കണ്ടായിരുന്നു പുതിയ ഇന്നോവകൾ നമ്മുടെ സർക്കാർ നേതാക്കന്മാർക്കൊക്കെ വാങ്ങുന്നത്. ഏത് നിയമത്തിലാണ് പറയുന്നത് നമ്മുടെ മന്ത്രിമാർക്കും ഈ MLA-മാർക്കും ഇന്നോവ തന്നെ വേണമെന്ന്? ഇത് കേന്ദ്രമന്ത്രിമാർ പോലും സഞ്ചരിക്കുന്ന സാധാരണ ഒരു 15 ലക്ഷം അത് അങ്ങനത്തെ കാറിലല്ലേ? എന്തുമാത്രം ചിലവാണ് നമുക്ക്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇത്തരം വാർത്തകളും കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര റിച്ചാണെന്നാണ് വിചാരിക്കുന്നത്. വെറുതെ അല്ല കേന്ദ്രം കടുംപിടുത്തം കാണിക്കുന്നത്. പല കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോവും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നേരെ തിരിച്ചു.